എന്നെ സൃഷ്ടിച്ച് എന്നെ പരിപാലിച്ച് എന്നെ വഴി നടത്തി എന്നെ കൊണ്ടു നടക്കുന്ന എൻ്റെ ദൈവമേ നന്ദി പറയുന്നു. പക്ഷെ ഞാൻ എങ്ങനെ നടക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നതിനെ ഓർത്തും അങ്ങനെ എന്നെ അടിമയാക്കാതെ സുഹൃത്താക്കി, ദൈവമേ നിൻ്റെ സുഹൃത്താക്കി മാറ്റിയതിനെക്കുറിച്ചും നന്ദി പറയുന്നു. ഈ ദിവസത്തിൽ എൻ്റെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള കൃപകൾ തന്ന് അനുഗ്രഹിച്ച് അതിനുള്ള സ്വാതന്ത്ര്യം എന്നിൽ നിക്ഷേപിച്ച് എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. ഒരു ജീവിതത്തിൽ ഏത് ദിവസവും നമുക്ക് ഏറ്റവും അവകാശപ്പെട്ടതും ഒരർത്ഥത്തിൽ എന്നാൽ കടമയുമായിട്ടുള്ള ഈ നന്ദിയുടെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴും എല്ലാത്തിനും നമുക്ക് നന്ദി പറയുമ്പോൾ ഹൃദയം വളരെ വിശാലമാകും, ഹൃദയത്തിന് വലിയ സന്തോഷം ഉണ്ടാവും. ഒരു വാക്ക് നന്ദി പോലും പറഞ്ഞില്ലല്ലോ എന്ന് നമ്മൾ മാനുഷികമായിട്ട് പലരോടും പറയാറില്ലേ? വലിയ ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഒന്ന് താങ്ക് യു എന്നൊരു വാക്കെങ്കിലും പറയാമായിരുന്നു, ഒരു വാക്ക് നന്ദി പറയാമായിരുന്നു, ഒന്ന് കയ്യെങ്കിലും കാണിക്കാമായിരുന്നു. അങ്ങനെ എന്തെല്ലാം നമ്മൾ പറയുന്നു. കാരണം മാനുഷികമാണ്. നമ്മളൊരു ഉപകാരമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആരെങ്കിലും മറ്റുള്ളവർക്ക് നമ്മൾ ഉപകാരപ്പെടുന്നതായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു മാനുഷികമായ പ്രതീക്ഷയാണ്, ഒരു റിട്ടേൺ ഗിഫ്റ്റ്, താങ്ക് യു എന്നുള്ളൊരു വാക്ക്, നന്ദി എന്നുള്ളൊരു വാക്ക്. ഇത് ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. ദൈവത്തിന് അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളോട് വിഷമമോ സങ്കടമോ ഒന്നുമില്ല. അതുകൊണ്ട് ദൈവത്തിന് വലിപ്പമോ മഹത്വമോ കൂടാനും പോണില്ല. പക്ഷെ നമ്മുടെ കടമ നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മിലത് വലിയൊരു ആനന്ദം ഉളവാക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ചെയ്യേണ്ട കടമകൾ അത് മനസ്സിലാക്കി അതിൻ്റെ പൂർണ്ണതയിൽ സന്തോഷത്തോടെ നിർവഹിക്കുമ്പോൾ നമുക്കാണ് അതിൻ്റെ അനന്തര ഫലങ്ങളുണ്ടാവുന്നത്, അതിൻ്റെ ഗുണങ്ങളുണ്ടാവുന്നത്, അതുകൊണ്ടുള്ള ഉൾപ്പുളകം ഉണ്ടാവുന്നത്. എന്തുമാവട്ടെ, അങ്ങനെ ഈ അവനവൻ്റെ ജീവിതത്തിൽ അർത്ഥം കുറിച്ചുകൊണ്ട്, അർത്ഥം കണ്ടെത്തിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ അർത്ഥം കുറിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തയിൽ ഒരാളുടെ അനുഭവങ്ങളുടെ ഇന്ന് പങ്കുവയ്ക്കാം. ജീവിതത്തിൽ എല്ലാം തീർന്നു എന്ന് മനസ്സിലാക്കിയിരുന്ന സമയത്താണ് ഈ ചിന്തകൾ കേട്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വേറെ ഒന്നും ചെയ്തില്ല. കയ്യിലുണ്ടായിരുന്ന ഫോൺ എടുത്തിട്ട് ആ ഫോണിൽ പ്രകാരം തൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ളവരും പ്രായമായിട്ടുള്ളവരും സാധാരണഗതിയിൽ ആരോടും മിണ്ടാനില്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ നോക്കി 12 കോള് അദ്ദേഹം ഒരു ദിവസം വിളിച്ചു നോക്കി. ഈ 12 കോള് കിട്ടിയ ആളുകളുടെ പ്രതികരണവും അവരുടെ സന്തോഷവും അവരുടെ ആ സ്നേഹമൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹം പറയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വലിയൊരു വ്യത്യാസമാണ്. കാരണം താൻ മുഖാന്തരം മറ്റൊരാൾക്ക് മറ്റുള്ളവർക്ക് കുറച്ച് പേർക്കെങ്കിലും ഒരു സന്തോഷമുണ്ടായല്ലോ. അങ്ങനെ എൻ്റെ ദിവസം, മൈ ലൈഫ് ഓൺ ദിസ് ഡേ ഇറ്റ് ഹാസ് ബിക്കം മീനിങ്ഫുൾ. യെസ്, യു മെയ്ഡ് മൈ ഡേ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ല. യെസ്, ഒരു ദിവസം അങ്ങനെ സാർത്ഥകമായി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 12 പേർക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞത് എന്തായിരുന്നു? വേറെ ഒന്നുമില്ല. അവരൊന്ന് വിളിച്ചു, പഴയ സ്നേഹമൊക്കെ ഒന്ന് ഓർത്തു, പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു, സുഖമാണോന്ന് തിരക്കി, ആ സൗഹൃദം ഒന്ന് പുതുക്കി, നന്മകൾ നേർന്നു, ആയുരാരോഗ്യങ്ങളും നേർന്നു. മതി, വേറെ ഒന്നും വേണ്ട. അത് സ്വീകരിച്ചവർക്ക് സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരുന്നു. അവരുടെ ജീവിതത്തിലും വലിയൊരു മാറ്റം ഉണ്ടാക്കി. എന്നാലും അദ്ദേഹം എന്നെ ഒന്ന് വിളിച്ചല്ലോ, സംസാരിച്ചല്ലോ, എന്നെ ഓർത്തല്ലോ. സ്നേഹത്തിൻ്റെ അടയാളമാണല്ലോ ഓർമ്മ. ഇങ്ങനെയും നമുക്ക് അർത്ഥം കുറിക്കാൻ പറ്റും. അങ്ങനെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അർത്ഥം കുറിക്കുന്നത് പല വിധത്തിലാണ്. അത് ഒരു മാർഗമൊന്നുമല്ല, പല മാർഗങ്ങളാണ്.
നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ഈ സ്ഥാവര ജംഗമ വസ്തുക്കളെക്കുറിച്ചൊക്കെ. ഇത് മതി. നമുക്ക് ചെയ്യാവുന്ന വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇത് ചെയ്യാമല്ലോ. മനുഷ്യരോടൊന്ന് സംസാരിക്കാം, സ്നേഹമൊന്ന് പങ്കിടാം, സുഖം സൗഖ്യവും തിരക്കാം, നന്മകൾ നേരാം, ആരോഗ്യം നേരാം, നന്ദിയോടെ പഴയ കാര്യങ്ങൾ ഓർക്കാം. അതൊക്കെ മതി. അതും വലിയ കാര്യമാണ്. അങ്ങനെ സ്നേഹത്തിൻ്റെ അടയാളമായിട്ടുള്ള ഓർമ്മ പുതുക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ഫോൺ കോളിനെങ്കിലും മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതുവഴിയായിട്ട് നമുക്ക് ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താനും, ജീവിതത്തിന് അർത്ഥം കണ്ടെത്താനും, മറ്റുള്ളവരുടെ ജീവിതത്തിന് അർത്ഥം സൃഷ്ടിക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം എല്ലാവർക്കും തരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.